ഹലോ വ്യൂസ്, വെൽക്കം ടു DH വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന CET എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 10-ാം തീയതി വരെ എന്നായിരുന്നു മുൻപ് പറഞ്ഞിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു 10 ദിവസം കൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഡേറ്റ്. അതായത് CETക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 20-ാം തീയതി വരെയും അപ്ലൈ ചെയ്തതിന് ശേഷം പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23 വരെയുമാണ്. അതായത് ഫെബ്രുവരി 23 വരെയുമാണ്, 23 വരെ. അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തു, പേയ്മെന്റ് 1-2 ദിവസം ഡിലേ ആകുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, 23-ാം തീയതി വരയ്ക്കും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള സമയമുണ്ട്. സോ അതൊരു വളരെ എന്താ പറയണ്ടേ, ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചിലർക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തിട്ട് പേയ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഷോർട്ട് പീരീഡ് ആണ് കിട്ടിയത്. 10 തീയതി വരെയുള്ളത് വളരെ ഒരു ഷോർട്ട് പീരീഡ് ആയിരുന്നല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹറിബറി ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ആലോചനയിലൊക്കെ ആയിരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഡേറ്റ് കിട്ടിയെന്നുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ആരെങ്കിലും ഇനിയും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്യുക. 20-ാം തീയതി വരെ നിങ്ങൾക്ക് CET അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 23-ാം തീയതി വരേക്കും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്, അതായത് ഫെബ്രുവരി. ഈ ആപ്ലിക്കേഷനുള്ള ഇടാനുള്ള ഡേറ്റ് മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഒന്നും ഇതുവരെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അതായത് ഏപ്രിലാണ് എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. മുൻപ് തീരുമാനിച്ചിട്ടുള്ള, അതായത് മുൻപ് ഏപ്രിൽ ഏത് ഡേറ്റിനാണോ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതേ ഡേറ്റിന് തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എക്സാം ഡേറ്റ് ഒന്നും മാറ്റി വെച്ചിട്ടില്ല. സോ ആരൊക്കെ ഇനി അപ്ലൈ ചെയ്തിട്ടില്ലയോ, കർണാടകയിലെ പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളിൽ ആരൊക്കെ CETക്ക് അപ്ലൈ ചെയ്തിട്ടില്ലയോ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 20-ാം തീയതി വരെയാണ്. അപ്പോൾ മറക്കണ്ട, നമുക്ക് ഈ വർഷം ഏത് കോഴ്സിനായാലും, ഏത് പ്രൊഫഷണൽ കോഴ്സസിനായാലും, ലൈക്ക് BSc നഴ്സിങ്ങോ അല്ലെങ്കിൽ ഹെൽത്തോ എന്ത് തന്നെ ആയാലും, B.Pharm D.Pharm എന്ത് കോഴ്സൊക്കെ ആയാലും, ഏത് പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ കർണാടകയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി കണ്ടക്ട് ചെയ്യുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് അപ്പിയർ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള അപ്ലിക്കേഷൻ ഫോം ഇടുന്ന കാര്യമാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറേ കുട്ടികൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീറ്റ് എഴുതിയാൽ പോരെ, നീറ്റ് മാത്രം മതിയാവത്തില്ലേ എന്നൊക്കെ. അല്ല, നീറ്റ് എഴുതുന്നവർ നീറ്റ് എഴുതുക. പക്ഷേ അതിനോടൊപ്പം തന്നെ കർണാടകയിലാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ കൂടെ എഴുതേണ്ടതാണ്, എൻട്രൻസ് ടെസ്റ്റ് കൂടെ എഴുതേണ്ടതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഇടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ മാസം 20-ാം തീയതി വരെയാണ്. ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ലയോ ഓടിപ്പോയി എല്ലാവരും അപ്ലൈ ചെയ്തേക്കുക. നമുക്ക് എക്സാം വരുന്നത് ഏപ്രിൽ ആയതുകൊണ്ട് കുറച്ച് റിലാക്സേഷൻ ഉണ്ട്. നമ്മുടെ +2ൻ്റെ മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് നമുക്ക് എൻട്രൻസ് ഒക്കെ എഴുതാവുന്നതാണ്. സോ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ഇത്രയാണ്. ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടില്ലയോ പോയി അപ്ലൈ ചെയ്യാം. 20-ാം തീയതി വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരിയും കുറവാണ്. ഒത്തിരി ആൾക്കാർ ചാനലിൽ കാണുന്നുണ്ട്, വ്യൂവേഴ്സ് വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒത്തിരി നല്ല ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മറക്കാതെ നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുക. താങ്ക് യു.